വയലൻസ് വയലൻസ് വയലൻസ്. അടിപൊളിയായിട്ട് ഇത്ര അടിപൊളിയായിട്ടൊരു വയലൻസ് പടം ഞാൻ കണ്ടിട്ടില്ല. ഇത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട്. മോസ്റ്റ് വയലന്റ് ഫിലിം ഇൻ മലയാളം. ഞെട്ടിത്തരിച്ചുപോയി എന്റെ പൊന്നെ. പക്കാ വയലൻസ് പടാണ്. ജോൺ വിക്കിന്റെ ഡാഡി ആയിട്ട് വരും. മാർക്കോയുടെ മുന്നിൽ വീഴുന്ന നിങ്ങളുടെ ഓരോ വാക്കിനും എണ്ണം വേണം. Each and every word counts. He was the most wild and expandable one. മാർക്ക് മേളിലെനി മലയാളി 5 മാർക്കെനി ഒരു ആക്ഷൻ പടം വന്ന മാർക്ക് മുന്നിലും പിന്നിലും അറിയപ്പെടുന്നു. കേരളത്തിലെ തിയേറ്ററുകളിൽ മാർക്കോ കൊണ്ടുവന്ന ഓളം ഈ അടുത്ത കാലത്തൊന്നും ഇറങ്ങിയ ഒരു പടത്തിനും കിട്ടിയിട്ടില്ലെന്ന് വേണം പറയാൻ. We are all violent men. നമ്മുടെ രക്തത്തിൽ തന്നെ വയലൻസ് ഉണ്ട്. പക്ഷേ വയലൻസ് എന്ന് പറഞ്ഞാൽ അത്ര എക്സ്ട്രീം നമ്മൾ ഇത്ര എക്സ്ട്രീം കണ്ടിട്ടില്ല, മലയാള പടത്തിൽ കണ്ടിട്ടില്ല. സെക്കൻഡ് ഹാഫ് പടം അങ്ങോട്ടൊരു പോക്ക് അങ്ങോട്ടങ്ങ് പോകും. ചോര തെറിക്കണ കാണണം. ഫുൾ അഡ്രിനൽ റഷാണ് സാധനം. ഉണ്ണിമുകുന്ദന്റെ ആൽഫ മെയിൽ ഷോ, കംപ്ലീറ്റ് ആൽഫ മെയിൽ ഷോ, ഒരു രക്ഷയില്ല. വിക്ടർ എന്റെ ചോരയാണ്, അവൻ എന്റെ കൂടെ പിറപ്പാണ്. ഒരു നോർമൽ വയലൻസ് പ്രതീക്ഷിച്ച് പോകുമ്പോൾ അതിന്റെ 10 ഇരട്ടിയാണ് അവർ തന്നേണം നമുക്ക് ഔട്ട്. രംഗച്ചേട്ടൻ കാണിക്കും പറഞ്ഞാൽ കാണിക്കും. ഇതെങ്കിലും ഞാൻ ചെയ്യണ്ടേ? അതല്ലേ അതിന്റെ ഒരു കമ്മ്യൂണിസം. പലപ്പോഴും ഇത്തരത്തിൽ വലിയ ബഹളത്തോടെയൊക്കെ വരുന്ന സിനിമകളൊന്നും നിലം തൊടാറില്ല എന്നതാണ് ഇതുവരെയുള്ള ചരിത്രം പറയുന്നത്. അത് തെറ്റിദ്ധാരണയാ ബോസായി. ഇത് ലോകത്തിന്റെ ചരിത്രം അറിയാത്തവരുടെ വ്യാമോഹം മാത്രമാണ് എല്ലാം അവസാനിച്ചു എന്നത്. പലപ്പോഴും ഇത്തരത്തിൽ വലിയ ബഹളത്തോടെയൊക്കെ വരുന്ന സിനിമകളൊന്നും നിലം തൊടാറില്ല എന്നതാണ് ഇതുവരെയുള്ള ചരിത്രം പറയുന്നത്. ഇതങ്ങനെയല്ല, ആദ്യത്തെ അനുഭവം എനിക്ക് തന്നെയാണ്. ആ കീഴ്വഴക്കവും തെറ്റിച്ചാണ് മാർക്കോയുടെ വരവ്. നിങ്ങൾക്കറിയോ മാർക്കോ ആരാന്ന്? ഉണ്ണിമുകുന്ദന്റെ തലവര തന്നെ മാറ്റി എഴുതുന്ന ചിത്രമായി മാറുകയാണ് മാർക്കോ. ഇത് എന്റെ മാത്രം ഉണ്ണിമുകുന്ദൻ ഷോ എന്ന രീതിയിൽ ഒരു സിനിമ ഒരിക്കലും വിജയിക്കില്ല. ഞാൻ എന്താ പറയുന്നത്, ഇറ്റ്സ് എ കംപ്ലീറ്റ് പാക്കേജ്. കറക്റ്റ്. പാട്ട്, ആക്ഷൻ, ഭാവാഭിനയം, അങ്ങനെ അഭിവന്യ ഗുരുക്കന്മാരുടെ സമ്മിശ്രമായ രൂപം ചേർന്ന ഒരു 4 കൂടി ജംഗ്ഷനാണ് അവൻ. എന്റെ സുഹൃത്തുക്കൾ ഇത്രയും പൈസ മുടക്കി പടം ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ദ ബെസ്റ്റ്. അത് മാർക്കോയിലൂടെ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വെറുതെ ഫയറാണ് കേട്ടോ. എന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ്. ലൈക്ക് യു ദ നമ്പേഴ്സ് ആർ ഔട്ട് ദയർ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ തങ്കപ്പെട്ട ദേഹത്ത് ഒരു പിടി മണ്ണ് വീണ ഈ സുഖം സഹിക്കൂല. പക്ഷേ വരാനുള്ള വെടി വഴി തങ്ങൂല. എന്റെ കണക്ക് കൂട്ടിൽ ഇതുവരെ തെറ്റിയിട്ടില്ല. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? അത് നെഞ്ചും കൂടി വളർത്തിട്ടേ പോവുള്ളൂ. എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ആന മതമിളകി വന്നപ്പോഴും നെഞ്ചു വിരിച്ച് നിന്നിട്ടുള്ളവനാടോ ഈ നാഗേന്ദ്രൻ. ചെയ്യാൻ പറ്റടാ. ഈ കിടപ്പ് കാണാൻ എനിക്ക് കണ്ണില്ല. എന്ത് പറ്റിയതാ? മതമിളകി ആന വന്നപ്പോ നെഞ്ചും വിരിച്ചു നിന്നതാ, അത് കുത്തിയേച്ചും പോയി. അപ്പൊ വരുമാനങ്ങളൊക്കെ നല്ല ഞെരിപ്പായിട്ടുണ്ടല്ലേ കണക്കപ്പിള്ള? തിരുവേങ്കട ഗ്രൂപ്പിന് ഇത് റെക്കോർഡ് തന്നെയാണ്. അപ്പൊ നമ്മുടെ അണ്ണന് ഏത് കച്ചവടം വഴങ്ങുന്നു ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായേ. ഈയിടെയായി കളക്ഷൻ കൂടുന്നില്ലേ എന്നൊരു സംശയം. അത് ചെറുപ്പക്കാരുടെ കളക്ഷൻ. നീ വന്നേ പിന്നെ നല്ല കച്ചവടം. എപ്പോ നോക്കിയാലും ആളും പേരുവാ. സാറിന് ഓർപ്പുണ്ടോ അവരെന്റെ ശത്രുക്കളാണ്? ഉണ്ണിയേട്ടൻ എവിടെ? അത് ഞാനല്ലേ? അല്ല, പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഉണ്ണിയേട്ടൻ. എന്തായി പറയണേ? അവൻ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ചാനുജി, ഇത് എവിടെ ഉണ്ണിയേട്ടൻ? ഉണ്ണിയല്ലേ ഇത്? ഇതല്ല, എന്നെ പറ്റിക്കുക എല്ലാരും കൂടെ. പിന്നെ കലക്കി കളഞ്ഞില്ലേ? ഉണ്ണിമുകുന്ദന്റെ പക്ക ആക്ഷൻ പടം. ഇതിന്റെ കൊറിയോഗ്രാഫി, ഡയറക്ടിങ്, മ്യൂസിക് എല്ലാം പക്ക. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പക്ക. ഒന്നുകൂടി കണ്ടിരിക്കാൻ പറ്റും. പറ്റും. യവൻ പുലിയാണ് കേട്ടാ. നമ്മൾ ഒരു വരവൂടെ വരേണ്ടി വരും. കഥ ഇനി അവസാനിച്ചിട്ടില്ല. ഈ ക്ലൈമാക്സിന് ഒരു ടൈലന്റ് കൂടി ഉണ്ടായിരുന്നു. കണ്ടോ മാർക്കോ, എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്ക്. എല്ലാം എന്റെ മകളാ, എല്ലാം എന്റെ ചെലവ്. അപ്പൊ അവനോട് പോയി ഈടെ അവനെ ആരും കണ്ടിട്ടില്ല. അടിച്ചു കയറി വാ.
എന്നാലും അവനവിടെ പോയി അവൻ ആരും കണ്ടിട്ടില്ലെന്ന് റിയാസ് ഖാൻ അത് അത്രേ പറയാനുള്ളൂ. പിക്ചർ അഭി ഭി ബാക്കി ഹെ ഭായ്. എല്ലാരും അടിച്ചു കയറി വാ.